Hi everyone, welcome back to PSC Challenger ആപ്പിന്റെ SSC RRB യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 4 ആണ്. നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. അപ്പൊ പെർസെന്റേജിലെ PYQ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഷോർട്ട് കട്ടിൽ സോൾവ് ചെയ്യാം എന്ന രീതികളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ ഒരു 1 hour സെക്ഷൻ ആണ്. നമ്മൾ ഓരോ ഡേയ്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരുവാണ്. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, റേഷ്യോ പ്രൊപ്പോർഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ പെർസെന്റേജ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അപ്പൊ പെർസെന്റേജിൽ RRB NTPCക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും മാക്സിമം മെത്തേഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സെക്ഷനിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ഡേയ്സിൽ വരുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോസിനുള്ളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. പെർസെന്റേജ് ആണ് നമ്മളുടെ ടോപ്പിക്. അപ്പൊ പെർസെന്റേജില് റേഷ്യോ പ്രൊപ്പോർഷന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. കുറച്ചുപേരെങ്കിലും കണ്ടിട്ടില്ലാത്തവര് ആ ക്ലാസ് പോയി കാണുക. കാരണം അതിൽ നമ്മൾ ക്രോസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മെത്തേഡാണ് നമ്മൾ മാക്സിമം ഇവിടെ പെർസെന്റേജിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്രോസ് മെത്തേഡ് യൂസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് മൊത്തമാണ് നമ്മളിവിടെ പെർസെന്റേജിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് 30% ഓഫ് എ നമ്പർ ഈസ് 65, then find the number. അപ്പൊ ഒരു നമ്പറിന്റെ 35% തന്നിട്ടുണ്ട്, ആ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പഠിക്കേണ്ടതുണ്ട്. പെർസെന്റേജില് എപ്പോഴും നമ്മള് 100% ആണ് ഒരു നമ്പർ എന്നെടുക്കുക. അപ്പോ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു നമ്പറിനെ നമ്മൾ എന്തെടുക്കും? 100% എന്നെടുക്കും. ഇനി 600 എന്ന് പറയുന്നതാണ് ഒരു നമ്പർ എങ്കിൽ നമ്മൾ എന്തെടുക്കും എന്നാ പറഞ്ഞ ഈ നമ്പറിനെ 100% അല്ലെ, ആ നമ്പറിന്റെ 100% 600. ഇനി ഈ നമ്പറിന്റെ 10% എന്ന് പറയുന്നത് എത്ര വരൂടാ? ഒരു സ്ഥാനം മാറ്റി പോയിന്റ്. അതായത് 600ന്റെ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ 600 × 10/100 എന്ന് ചെയ്യും. 00 ക്യാൻസൽ ആവും, നമുക്ക് 60 എന്ന് കിട്ടും. അപ്പൊ ഒരു നമ്പറിന്റെ 10% ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് എഴുതി ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരു നമ്പറിന്റെ 10% എടുക്കുമ്പോ എങ്ങനെ ചെയ്താൽ മതി? ആ നമ്പറിന്റെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ എന്തെന്ന് എഴുതിയാൽ മതി? 60 എന്ന് എഴുതിയാൽ മതി. ഇനി 1% ആണെങ്കിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുക. അപ്പൊ 6 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറൊരു നമ്പർ പറയാം, 580 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പൊ ഈ നമ്പറിന്റെ 10% എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യണം, 58. ഇനി ഇതേ നമ്പറിന്റെ 1% എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യണം, 5.8 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു നമ്പറിന്റെ 30% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത് എങ്കിൽ 10% നമുക്കറിയാം അല്ലെ. 10% എത്രയാ? 60 എന്നറിയാം. ഇപ്പൊ 600ന്റെ 10% 60 എന്നറിയാം. × 3 ചെയ്താൽ മതി, നമുക്ക് 30% എത്ര എന്നുള്ളത് കിട്ടും. അപ്പൊ സിമ്പിൾ അല്ലേ? 10% ആണെങ്കിലും ഒരു നമ്പറിന്റെ 1% ആണെങ്കിലും കണ്ടുപിടിക്കാൻ. ഇനി ഒരു നമ്പറിന്റെ 5% ഇപ്പൊ ഈ പറയുന്ന 600ന്റെ 5% കണ്ടുപിടിക്കേണ്ടെങ്കിൽ 10% നമുക്ക് എത്രയെന്നറിയാടാ? 10% എന്ന് പറയുന്നത് 60 ആണെന്നറിയാം. ഇതിന്റെ പകുതി അല്ലേ 5%? അപ്പൊ അത് എത്രയായിരിക്കണം? 30 ആയിരിക്കണം. 60ന്റെ പകുതി 30. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഒരു നമ്പറിന്റെ 10%, 20%, 30%, 35% എന്ത് പറഞ്ഞാലും നമുക്ക് 10% എടുക്കുക. അവിടെ നിന്ന് 5%ത്തിന് പകുതി വാല്യൂ എടുക്കുക. ബാക്കി 30%ത്തിന് 10%ന്റെ 3 എന്ന് പറഞ്ഞെടുക്കുക. മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ ഇതാണ് നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ 10%, 20% കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ 13%, ഒരു നമ്പറിന്റെ 13% എന്ന് പറയുന്നത് 65 ആണ് എങ്കിൽ ആ നമ്പറാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോ 13%, ഒരു നമ്പറിന്റെ 13% 65 ആണ്. ആ നമ്പറിനെ നമ്മൾ എങ്ങനെ എടുക്കണമെന്നാ പറഞ്ഞാൽ ലെറ്റ് ദ നമ്പർ ബി 100% അല്ലെ. നമ്മൾ പെർസെന്റേജിൽ എപ്പോഴും 100% എന്നേ എടുക്കാം. അപ്പൊ ആ നമ്പർ ഞാൻ 100% എടുത്തു. 100% എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എങ്ങനെ ചെയ്യാം? ഇവിടെയാണ് നമ്മളുടെ ക്രോസ് മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നവർക്ക് ഇതിനി ഒരിക്കൽ കൂടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ വാല്യൂ കിട്ടി കാണും. ഇല്ലാത്തവർക്ക്
ക്രോസ് മെത്തേഡ് എന്താ നമ്മൾ പറഞ്ഞത്? ക്രോസ് മെത്തേഡില് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈയിൽ കൊടുക്കും. അതായത് 100 into 65 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 500 എന്ന് കിട്ടി. അപ്പൊ ആ നമ്പർ നമുക്ക് എന്തെന്ന് എടുക്കാം? 500 എന്ന് എടുക്കാം. ഇനി ഇങ്ങനെയും അല്ലാതെ ഒരു രീതി കൂടെ ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞത്? 13% എന്ന് പറയുന്നതാണ് 65 എങ്കിൽ 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? 13 into എത്ര ചെയ്താലാണ് 65 ആകുക? 13 into 5 ചെയ്താലാണ് 65 ആകുക. അപ്പൊ 100 into 5 ചെയ്താൽ 500 ആണ് നമ്മളുടെ ആൻസർ. കുറെ രീതി ഞാൻ പറഞ്ഞു, എല്ലാം കൂടെ കൺഫ്യൂസ് ചെയ്യണ്ട, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ക്രോസ് മെത്തേഡ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ ഇതിലെ ഈ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കുന്നത് ടഫാണെന്ന് തോന്നുന്നവർക്ക് ഈ രീതിക്ക് ചെയ്യാം. അപ്പൊ 1365 ആവുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുമ്പോഴാവുന്നത്? into 5 ചെയ്യുമ്പോഴാവുന്നത്. അപ്പൊ 100ഉം അതുപോലെ into 5 ചെയ്യുക. അപ്പൊ നമുക്ക് 500 ആണ് എന്നുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ആ നമ്പർ എന്ന് പറയുന്നത് 500 ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്പറിനെ 100% ആണെന്ന് പറഞ്ഞ് എടുത്താണ് ചെയ്തത് അല്ലെ? ഇനി കൺവെൻഷൻ രീതി, ഞാൻ കൺവെൻഷൻ രീതി ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഇതിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ അത് പറയാം എങ്ങനെയാണ് എന്നുള്ളത്. ആ നമ്പറിനെ ഞാൻ എങ്ങനെ എടുക്കണം? ലെറ്റ് ദ നമ്പർ ബി 100x എന്ന് എടുക്കണം, 100x എന്ന് എടുക്കണം. ഇനി 100xന്റെ 35%, 35/100 എന്ന് പറയുന്നതാണ് എനിക്ക് 65. അപ്പൊ ഇവിടെ എന്ത് കിട്ടൂടാ? 35x എന്ന് പറയുന്നതാണ് 65. ഇവിടെ നിന്ന് x is equal to എനിക്ക് എന്ത് കിട്ടും? 13% അല്ലേ? ഓക്കെ, 13% എന്ന് പറയുന്നതാണ് 65. അപ്പോ 100x into 13% എന്ന് പറയുന്നത്. ഓക്കെ, 13x ആണ് 65. അപ്പം x is equal to 5 എന്ന് കിട്ടും. ഇനി x 5 ആണെങ്കിൽ നമ്പറിനെ എന്ത് ചെയ്യും? നമ്മൾ നമ്പറിനെ എന്തെന്നാ നമ്മൾ എടുത്തത്? 100x എന്ന് എടുത്തു. അപ്പൊ 100 into 5 നമുക്ക് 500 എന്നുള്ള ആൻസർ കിട്ടും. ഇത്രയാണ് നമ്മുടെ കൺവെൻഷൻ രീതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. What percentage of the number is 23 if the number is given as 1150? ഇവിടെ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 13%, ഒരു നമ്പറിന്റെ 13% തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ചോദിച്ചപ്പോൾ നമ്മൾ 100% എടുത്തു. ഇവിടെ ചോദിക്കുന്നത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ എത്ര ശതമാനമാണ് 23 എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഇതുവരെയ്ക്കും എടുത്തത് ആ നമ്പറിനെ 100% എന്നാണ് എടുത്തത്. ആ 100% എന്ന് പറയുന്നതാണ് 1150. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ എത്ര ശതമാനമാണ്, ഈ പറയുന്ന നമ്പറിന് എത്ര ശതമാനമാണ് 23 എന്ന് പറയുന്നത്. അപ്പൊ ഈ x% എന്ന് എടുത്തു, അല്ലെങ്കിൽ എത്ര ശതമാനം എന്ന് പറയുന്നതാണ് 23 അല്ലെ? ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു, എത്ര ശതമാനം എന്ന് പറയുന്നതാണ് 23. അപ്പൊ നമുക്ക് ഇത്രയും നേരം ക്രോസ് മെത്തേഡില് നമുക്കറിയാം ഇതിന്റെ കൂടെ എന്ത് ചെയ്താലാണ് ഇത് വരിക, അതേ ഇത് ഇവിടെയും ചെയ്യണം. ഇത് കുറച്ച് ഡിഫറെന്റ് ആയ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആൻസർ കിട്ടും, പക്ഷെ കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആണ്. ഇനി നമുക്ക് മറ്റു രീതിക്ക് ചെയ്യാമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഡിവൈഡഡ് ബൈ കൊടുക്കാമെങ്കിൽ ഇവിടെ വാല്യൂ ഇല്ല. അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇതിനെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തിരിച്ചെഴുതിയാൽ മതി. അതായത് 1150 എന്ന് പറയുന്നതാണ് 100%. 23 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ഇനി ക്രോസ് ചെയ്യാലോ. ഇനി എന്ത് ചെയ്യാം? ഇത് ഡിവൈഡഡ് ബൈ കൊടുത്താൽ മതി. അപ്പൊ 23 into 100 ഡിവൈഡഡ് ബൈ 1150 എന്ത് കിട്ടി? 0 ക്യാൻസൽ ആയി. ഇവിടെയാണെങ്കിലോ 2 3, ഇവിടെ 2 23 ക്യാൻസൽ ആയി. അപ്പൊ എന്ത് കിട്ടി? 2% എന്ന് കിട്ടി അല്ലെ? എന്താ വാല്യൂ കിട്ടിയത്? ഇവിടെ 2 എന്ന് കിട്ടി, അതായത് 2%. അപ്പൊ നമ്മളുടെ ആൻസർ 2% ഓഫ് എ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് 23 എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്പറിന്റെ 2% ആണ് 23 എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ബൈ ക്രോസ് മെത്തേഡ് ആണെങ്കിൽ ഇനി കൺവെൻഷണൽ മെത്തേഡ് പറയണോ? കൺവെൻഷണൽ മെത്തേഡ് കൂടെ പറയാം. കൺവെൻഷണൽ മെത്തേഡില് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു നമ്പർ എന്ന് പറയുന്നത് 1150 ആണ്. അപ്പൊ ഞാൻ ആ നമ്പർ 1150 അതിന്റെ എത്രയോ ശതമാനം 1150ന്റെ x% എന്ന് പറയുന്നതാണ് എനിക്ക് 23. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ പെർസെന്റേജ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതാ പറയാത്തത്. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്താ മീൻ ചെയ്യുന്നത്? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ് അല്ലെ? ബൈ 100 കൊടുക്കുന്നതാണ്. ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 ആണ്. അതറിയാമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 1150 ഇൻറ്റു എക്സ് ബൈ 100 എന്ന് പറയുന്നതാണ് 23. ഇവിടെ 0 ക്യാൻസൽ ആയി. ഇവിടെ 2 തവണ, ഇവിടെ 23 തവണ. എക്സ് is equal to 23 ഇൻറ്റു 2/23. എക്സ് is equal to 2 എന്നുള്ള ആൻസർ കിട്ടി. അതായത് 2%. ഇത് കൺവെൻഷണൽ മെത്തേഡ്. ഷോർട്ട് കട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? 100% എന്ന് പറയുന്നതാണ് 1150. എക്സ് പെർസെന്റേജ് എന്ന് പറയുന്നത് 23. പിന്നെ തിരിച്ചെഴുതും. 1150 എന്ന് പറയുന്നത് 100% ആണെങ്കിൽ 23 എന്ന് പറയുന്നത് എത്ര ശതമാനം? ക്രോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. 23 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1150 ഈക്വൽ ടു 2%. രണ്ട് രീതി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഷോർട്ട് കട്ടും കൺവെൻഷൻ രീതി. രണ്ട് എഴുതി വെച്ചേക്കുക. മാക്സിമം ഷോർട്ട് കട്ട് നമ്മുടെ ക്രോസ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 31% ഓഫ് എംപ്ലോയീസ് പേ ടാക്സ് ഇൻ ദ ഇയർ 2008. അപ്പൊ 2008 ടാക്സ് പേ ചെയ്യുന്നത് 31% എംപ്ലോയീസ് ആണ്. നോൺ ടാക്സ് പേയിങ് എംപ്ലോയീസ് ആർ 20,700. ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പൊ ഒരു കമ്പനിയില് 31% എംപ്ലോയീസും ടാക്സ് പേ ചെയ്യുന്നുണ്ട് അല്ലെ? നോൺ ടാക്സ് പേയിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 20,700 ആണ്. അപ്പൊ ഞാനൊരു കമ്പനിയാണ്, അതിൽ 31% ആൾക്കാർ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് 31% ആണ്. അപ്പൊ നോക്കിക്കോ, ഒരു കമ്പനിയിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് എടുക്കാം. നമ്മുടെ പെർസെന്റേജിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്തെന്ന് പറഞ്ഞു? 100% എന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് 100% എന്ന് എടുക്കാം അല്ലെ? 100% ആണ് ടോട്ടൽ എംപ്ലോയീസ് ആണെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത് 31% ആൾക്കാരാണെങ്കിൽ നോൺ ടാക്സ് പേയേഴ്സിനെ എങ്ങനെ എടുക്കാം? നോൺ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് 100 മൈനസ് 31 നമുക്ക് എങ്ങനെ എടുക്കാടാ? 100 മൈനസ് 31 എന്ന് പറയുമ്പോൾ അത് വാല്യൂ എത്ര കിട്ടി? നോൺ ടാക്സ് പേയേഴ്സ് 69% എന്ന് കിട്ടി അല്ലെ? നോൺ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 69% ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള ഈ നോൺ ടാക്സ് പേയിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 20,700 ആണ്. അതായത് 69% എന്ന് പറയുന്നത് 20,700 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ 69 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് 20,700 ആകുന്നതെന്ന് കണ്ടുപിടിക്കണം. അവിടെ നിന്ന് 100 കണ്ടുപിടിക്കണം അല്ലെ? അല്ലെങ്കിൽ ഇതിന്റെ ഇത് ക്രോസ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 100 ഇൻറ്റു 20,700 ഡിവൈഡഡ് ബൈ 69. എന്ത് ചെയ്താലും ആൻസർ കിട്ടും. 69ന്റെ കൂടെ എന്ത് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക? 69 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാ? 3 ചെയ്യുമ്പോൾ അല്ലെ? 300 ചെയ്യുമ്പോഴാണ് 20,700 കിട്ടുന്നത്. അപ്പൊ 100ന്റെ കൂടെ 300 ചെയ്താൽ നമുക്ക് 30,000 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി എന്ന് പറയുന്നത് 30,000 ആണ്. ഇവിടെ ചെയ്യുവാണെങ്കിലും സെയിം അത് തന്നെയാണ്. ഇൻറ്റു 300 30,000. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ. The difference between 44% of a number and 33% of a same number is 286. What is the 54% of that number? അപ്പൊ ഒരു നമ്പറിന്റെ 44%നും 33%നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 286 ആണ്. എങ്കിൽ 54 ആ നമ്പറിന്റെ 54% എത്രയെന്നാ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു നമ്പറിന്റെ 44%വും 33%വും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഒരു നമ്പർ അതേ നമ്പർ ഒരു സെയിം നമ്പറിന്റെ 44% 33%. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 44%നും 33%നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 286 എന്ന് എടുക്കാം അല്ലെ? ഇനി എന്താ ചോദിക്കുന്നത്? 54%. ആ നമ്പറിന്റെ 54% ചോദിക്കുന്നത്. അപ്പൊ 44നും 33നും ഇടയിലുള്ള ഡിഫറൻസ് 11% എന്ന് പറയുന്നതാണ് 286. അങ്ങനെയാണെങ്കിൽ 54% എത്ര?
ഇതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ 11 286 ആകണമെങ്കിൽ എത്ര ചെയ്യുമ്പോഴാവുന്നേ? വാട്ട് ഇസ് ദ 54% ഓഫ് എ നമ്പർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 54 എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 11% എന്ന് പറയുന്നത് 286 ആകണമെങ്കിൽ എത്ര ചെയ്യണോടാ? 26 അല്ലെ 26 ചെയ്താൽ മാത്രമേ അത് 286 ആവുള്ളൂ. അപ്പൊ 54 × 26 അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ 54 × 26 ചെയ്യുമ്പോ എന്ത് കിട്ടും നമുക്ക്? 8 10 0 1404 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 54 ആ നമ്പറിന്റെ 54% എന്ന് പറയുന്നത് 1404 ആണ്. ഇനി ബൈ കൺവെൻഷൻ രീതിയാണെങ്കിൽ 44% ഓഫ് 100x ആ നമ്പറിനെ നമ്മൾ എന്തെന്നെടുക്കും? 100x എന്നെടുക്കും. മൈനസ് 33% ഓഫ് 100x എന്ന് പറയുന്നത് നമുക്ക് 286 ആണ്. ഇവിടെ നിന്ന് 11% ഓഫ് 100x എന്ന് പറയുന്നത് 286 ആണ്. അപ്പോ 11/100 × 100x എന്ന് പറയുന്നത് 286. x is equal to നമുക്ക് എന്ത് കിട്ടും? 26 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100 × 26 കണ്ടുപിടിക്കുമ്പോൾ 2600 എന്ന് കിട്ടും. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 2600 ആണ്. ഇനി 2600ന്റെ 54% ചെയ്യുമ്പോൾ നമുക്ക് 1404 എന്ന് പറയുന്ന ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് അല്ലേ? 0 8 10 ഓക്കെ 4 2 32 കറക്റ്റ് ആണ്. 10 1 4 ഓക്കെ 1404 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ നമ്പറിന്റെ 54% എന്ന് പറയുന്നത് 1404 ആണ്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. The difference between 44%. Okay, sorry. ആ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു റിപ്പീറ്റ്. ഓക്കെ. എ നമ്പർ when decreased by 38% becomes 248. Find the number. അപ്പൊ ഒരു നമ്പറിനെ 38% കുറയ്ക്കുമ്പോൾ ആ നമ്പർ വരുന്നത് 248 ആയിട്ട് മാറുന്നുണ്ട്. എങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 100% ആ നമ്പർ എങ്കിൽ 100% അതിനെ 38 ഡിഗ്രീസ് ബൈ 38%. ഇതിൽ നിന്ന് 38% ഡിഗ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടൂടാ? 100% മൈനസ് 38% എന്ത് കിട്ടുന്നുണ്ട്? 62% എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 62% എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്? 248 അല്ലെ? 248 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പൊ 62% 62% 248 എങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് 100%. ആ നമ്പർ എത്ര? 100%. ഇവിടെ എന്ത് കിട്ടും? ×8 ചെയ്താൽ മതിയോ? സോറി ×4 ചെയ്യുമ്പോ 62 × 4 ചെയ്യുമ്പോ അല്ലേ നമുക്ക് 248 കിട്ടുന്നത്. അപ്പൊ അതുപോലെ 100 × 4 ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. ഇനി ഇങ്ങനെ കിട്ടിയത് എങ്ങനെയാണെന്ന് സംശയമുള്ളവർക്ക് ഇത് ക്രോസ് ചെയ്യാം. 100 × 248 ഡിവൈഡഡ് ബൈ 62 ചെയ്താലും നമുക്ക് 400 തന്നെ ആൻസർ കിട്ടും. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രീവിയസ് ക്ലാസ് പോയി കാണുക, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അതിലുണ്ട് നമ്മളുടെ ക്രോസ് മെത്തേഡ് അല്ലെ? ആ ക്രോസ് മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പെർസെന്റേജിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസിലെയും മാക്സിമം പ്രോബ്ലംസ് നമുക്ക് ക്രോസ് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 100% ആണ് ആ നമ്പർ എന്ന് എടുത്തു. അതിൽ നിന്ന് 38% കുറച്ചു കഴിഞ്ഞാൽ ആ നമ്പർ 62% ആകും. 62% എന്ന് പറയുന്നതാണ് 248. അങ്ങനെയാണെങ്കിൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A number when increased by 30% becomes 9 10. Find the number. അപ്പൊ ഒരു നമ്പർ 30% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? പെർസെന്റേജിൽ ഒരു നമ്പറിനെ നമ്മള് നമ്പർ എന്ന് പറയുന്നതിനെ 100% എന്ന് എടുക്കണം അല്ലെ? അപ്പൊ 100%ൽ നിന്ന് 30% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 130% ആയിട്ട് മാറി. ആ 130% എന്ന് പറയുന്നതാണ് 910. ഇനി ആ നമ്പർ അപ്പൊ 100% എത്ര? സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യും നമ്മള്? 130 എന്ന് പറയുന്നത് 910 ആകണമെങ്കിൽ എത്ര മൾട്ടിപ്ലൈ ചെയ്താലേ ആവുള്ളൂ? 7 മൾട്ടിപ്ലൈ ചെയ്താലേ ആവുള്ളൂ. അപ്പൊ അതുപോലെ 100 × 7 ചെയ്യുമ്പോൾ 700 എന്ന് ആൻസർ കിട്ടും. ഓർ അതർവൈസ് ക്രോസ് ചെയ്യണം. അതായത് 100 × 9 10 ഡിവൈഡഡ് ബൈ 130 ഈക്വൽ ടു 700. എങ്ങനെ ചെയ്താലും നമ്മളുടെ ആൻസർ കിട്ടും. എങ്ങനെ തന്നെ നമ്മൾ ചെയ്താലും
ബൈ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത് ചെയ്താലും 700 തന്നെ കിട്ടും. ഇവിടെ നിന്ന് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 700 തന്നെ കിട്ടും. അപ്പൊ ഇനി ബൈ കൺവെൻഷണൽ രീതിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ 100x ആണ് ആ നമ്പർ എന്ന് എടുത്തു. 100xന്റെ 30% എന്ന് പറയുമ്പോൾ 30x ആണ്. അപ്പോ ഈ 100x പ്ലസ് 30x എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? 910 ഈക്വൽ ആണ്. അതായത് 130x എന്ന് പറയുന്നത് 910 ആണ്. ഇവിടെ നിന്ന് x എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടും. x 7 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് 100x ആണ്. അപ്പൊ 100 into 7 700 ആണ് ആ നമ്പർ എന്ന് കിട്ടും. രണ്ട് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ബൈ കൺവെൻഷൻ രീതിക്ക് ചെയ്യാം, ഓർ അതർവൈസ് ബൈ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two numbers are respectively 20% and 30% more than the third. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 numbers അല്ലെ, 3 നമ്പറിന്റെ കമ്പാരിസൺ ആണ് വരുന്നത്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 20% more than തേർഡ് ആണ്. ഇനി സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 50% more than തേർഡ് ആണ്. ഇവിടെ രണ്ട് സ്ഥലത്തും, അതായത് ഫസ്റ്റ് നമ്പറിലും സെക്കൻഡ് നമ്പറിലും കമ്പയർ ചെയ്തിട്ടുള്ളത് ആരെയാടാ? തേർഡ് നമ്പറിനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? തേർഡ് നമ്പർ എന്ന് പറയുന്നത് 100% എന്ന് എടുക്കും. ഓർ കൺവെൻഷണൽ രീതിക്കാണെങ്കിൽ ഇവിടെ ഞാൻ കൺവെൻഷണൽ മെത്തേഡ് കൂടെ എഴുതാം. തേർഡ് നമ്പർ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എടുക്കുന്നു? 100x ആണെന്ന് എടുക്കും. ഇതെവിടെ ഇരിക്കട്ടെ, കൺവെൻഷണൽ രീതി ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ തേർഡ് നമ്പർ ഞാൻ 100% എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, തേർഡ് നമ്പർ ഞാൻ 100% എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? അതിന്റെ 20% കൂടുതലാണല്ലേ? 100%ന്റെ 20% കൂടുതലാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? 120% ആയിരിക്കും. സെക്കൻഡ് നമ്പർ ആണെങ്കിലോ 100% പ്ലസ് ഒരു 50% കൂടുതലാണ്. അപ്പൊ അതെന്താവും? 150% ആവും. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്നാ ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡിൽ നിന്ന് എത്ര ശതമാനം എന്ന്. അപ്പൊ ഫസ്റ്റ് നമ്പർ 120%, സെക്കൻഡ് നമ്പർ 150%. അപ്പൊ 120 150 120 ഓഫ് ദി എന്ന് പറയുന്ന ആളായിരിക്കും എവിടെ വരേണ്ടത്? ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പൊ ഡിനോമിനേറ്റർ വരേണ്ടത് വാട്ട് പെർസെന്റേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ വരേണ്ടത് ആരായിരിക്കണം? ഓഫ് ദി എന്ന് പറയുന്ന വേർഡ്. ഓഫ് ദി എന്ന് പറയുന്നത് ആരെയാ? സെക്കൻഡ് നമ്പറിനെ. അപ്പൊ ഓഫ് ദി എന്ന് പറയുന്ന സെക്കൻഡ് നമ്പർ 150 ഡിനോമിനേറ്റർ ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 5 20 80%. അപ്പൊ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിന്റെ 80%. ക്ലിയർ അല്ലേടാ? ഇനി കൺവെൻഷൻ രീതിക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. തേർഡ് നമ്പർ ഞാൻ 100x എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് നമ്പർ 100xന്റെ 20% കൂടുതലാണ്. അതായത് 120%. അപ്പൊ അത് 120x എന്ന് കിട്ടും. സെക്കൻഡ് നമ്പർ ആണെങ്കിലോ 100xന്റെ 50% കൂടുതൽ, അതായത് 150%. അപ്പൊ അത് 150x എന്ന് കിട്ടും. ഇനി 120x 150x ഉണ്ട്. വാട്ട് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്പർ നമുക്കറിയാം എന്താ? 120x ആണ്. സെക്കൻഡ് നമ്പർ 150x ആണ് ഇൻറ്റു 100. ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് ആവുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. വാട്ട് പെർസെന്റേജ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്നാണ്. അപ്പോ ഇതും ക്യാൻസൽ ആയി. 4 5 ഇവിടെ ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടി. 4 into 20 80% എന്ന് കിട്ടി. x ഒക്കെ ക്യാൻസൽ 80% എന്ന് കിട്ടി. അപ്പൊ ഏത് രീതിക്ക് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടും. പക്ഷെ ഏറ്റവും ഈസി എന്ന് പറയുന്നത് നമുക്ക് എക്സ് കൊടുക്കാണ്ട് 100 എന്ന് തന്നെ, ഓർ 100%, ഓർ തേർഡ് നമ്പർ എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്താലും മതി. ഈ പെർസെന്റേജ് കൊടുക്കേണ്ട തേർഡ് നമ്പർ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ 120 ആണ്, രണ്ടാമത്തെ നമ്പർ 150 ആണ്. അങ്ങനെ ചെയ്താലും മതി. ഓർ അതർവൈസ് 100x എന്ന് നമ്മൾ കൊടുത്താൽ ഒരു എക്സ് നമ്മൾ വെറുതെ ഇട്ടിട്ട് വരണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താലും ആൻസർ തെറ്റും എന്നല്ല, എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. Okay. നോക്കിക്കേ, two numbers are respectively 30% and 40% less than the third number. What is the third number? What percentage is the second of the first? Two numbers are respectively 30% and 40% less than the third. അപ്പൊ രണ്ട് നമ്പറുകളുടെ റേഷ്യോസ് എന്ന് പറയുന്നത് 30% and 40% ലെസ് ദാൻ ദ തേർഡ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് സെക്കൻഡ് നമ്പർ എന്നാ ചോദിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യണം. ഇതിൽ ഞാൻ ഹിന്റ് മാത്രം പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്
തേർഡ് നമ്പറിൽ നിന്ന് ലെസ് ദാൻ 30%, അല്ലെ? തേർഡ് നമ്പറിൽ നിന്ന് 30% ലെസ് ആണ് തേർഡിൽ നിന്ന്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് 40% ലെസ് ആണ് തേർഡിൽ നിന്ന്. ഇവിടെ തേർഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ എടുക്കാം? തേർഡ് നമ്പർ എന്ന് പറയുന്നതിനെ 100 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 100ൽ നിന്ന് 30% കുറവ്, അപ്പൊ 70%, 70. സെക്കൻഡ് എന്ന് പറയുന്നത് 100ൽ നിന്ന് 40% കുറവ്, അപ്പോ 60. ഇനി എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 നമ്പറും ഉണ്ട്. വാട്ട് പെർസെന്റേജ് ഈസ് ദി സെക്കൻഡ് ഓഫ് ദി ഫസ്റ്റ് എന്നാ ചോദിക്കുന്നത്. വാട്ട് പെർസെന്റേജ് ഈസ് ദ സെക്കൻഡ് ഓഫ് ദി ഫസ്റ്റ്. അപ്പം സെക്കൻഡ് ഓഫ് ദി ഫസ്റ്റ് ഡിനോമിനേറ്ററിൽ ആര് കൊടുക്കണം? ഓഫ് ദി എന്ന് പറയുന്ന ആളെ കൊടുക്കണം. അപ്പൊ ഇവിടെ സെക്കൻഡും ഇവിടെ ഫസ്റ്റും ഇൻറ്റു 100 കൊടുക്കണം. ഇത് ചെയ്ത് നിങ്ങൾ തന്നെ ആൻസർ കമന്റ് ചെയ്യണം. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാൻ മാർച്ചേക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് ഈസ്, ഓക്കെ, ഇത് അടുത്തൊരു ടൈപ്പ് ആണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ എക്സ് ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ വൈ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോ കുറച്ച് മുമ്പേ ചെയ്തില്ലേ, ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എക്സ് ഈസ് വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ദാൻ വൈ. അപ്പോ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, ആ നമ്പർ വൈയുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടുതൽ അല്ലെങ്കിൽ കുറവ്. ഇപ്പോ എക്സ് എന്ന് പറയുന്നത് 10 ആണ് വാല്യൂ, വൈ എന്ന് പറയുന്നത് 20 ആണ് വാല്യൂ എങ്കിൽ എക്സ് വൈയേക്കാൾ വലുതാണോ ചെറുതാണോ? ചെറുതാണ്. അപ്പൊ ഇവിടെ എന്താ? പെർസെന്റേജ് ലെസ് ആണ്, അല്ലെ? എക്സിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെർസെന്റേജ് ലെസ് ആണ് വൈയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ. എത്രയാ ലെസ് വരുന്നത്? 10 ലെസ് വരുന്നുണ്ട്. അപ്പൊ ഈ പെർസെന്റേജ് ലെസ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതിയുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഈസ് വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ആണ്. ഇപ്പൊ ഞാൻ എക്സും വൈയും എടുക്കുന്നു. എക്സിന് 10 എന്നും വൈക്ക് 20 എന്നും കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കണം? പെർസെന്റേജ് ലെസ് ആണോ മോർ ആണോ? പെർസെന്റേജ് ലെസ് ആണ്. ഇനി എക്സിന് ഞാൻ 50 എന്നും വൈക്ക് ഞാൻ 40 എന്നും കൊടുക്കുവാണെങ്കിൽ ഇവിടെ പെർസെന്റേജ് ലെസ് ആണോ മോർ ആണോ? എക്സ് കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് മോറാ. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പെർസെന്റേജ് ലെസ് എന്ന് വെച്ചാൽ ഡിഫറൻസ്, 2 നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എങ്ങനെ കൊടുക്കണം? നമ്മള് 2 നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ നമ്മളുടെ പെർസെന്റേജ് ലെസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മളുടെ സ്മോളസ്റ്റ്, ലെസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ ലാർജസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് വാല്യൂ, 2 നമ്പറും കമ്പയർ ചെയ്യുന്നത് ഹയസ്റ്റ് വാല്യൂ കൊടുക്കാം, ഇൻറ്റു 100 കൊടുക്കാം. ഇനി പെർസെന്റേജ് മോർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 നമ്പറും കമ്പയർ ചെയ്യുന്നതിൽ സ്മോളസ്റ്റ് വാല്യൂ ഇൻറ്റു 100 കൊടുക്കാം. ക്ലിയർ അല്ലേ? സ്മോളസ്റ്റ് വാല്യൂ ഇൻറ്റു 100 കൊടുക്കാം. ഇനി നോക്കിക്കേ, ഇവിടെയാണെങ്കിലോ, അപ്പൊ ഈ ക്വസ്റ്റ്യനില് എക്സ് 10ഉം വൈ 20ഉം ആവുന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ലെസ് ആണ് എക്സ് വൈന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ? അപ്പൊ വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലെസ് ആയതുകൊണ്ട് തന്നെ ഹയസ്റ്റ് വാല്യൂ ഇവിടെ ആർക്കാ ഉള്ളത്? വൈക്കാ ഉള്ളത്, ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടും? 10/20 ഇൻറ്റു 100 നമുക്ക് എന്ത് കിട്ടി? 50% എന്ന് കിട്ടി. ഇനി പെർസെന്റേജ് മോർ ആണ് എടുക്കുന്നതെങ്കിലോ? പെർസെന്റേജ് മോർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സിന് 50ഉം വൈക്ക് നമ്മൾ എന്ത് എടുത്തു? 40ഉം എടുത്തു. അപ്പൊ ഇവിടെ നോക്കുമ്പോ 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ മോർ എടുക്കുമ്പോ സ്മോളസ്റ്റ് വാല്യൂ 40 ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടി? 10/40 ഇൻറ്റു 100 25% ആണെന്ന് കിട്ടി. ഇനി ഒരു ഹിന്റ് കൂടെ ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാല് നമ്മളിവിടെ പെർസെന്റേജ് ലെസ്സും മോറും പറഞ്ഞപ്പോ ഈ ഡിനോമിനേറ്റർ കൊടുക്കുന്ന വാല്യൂ ഹയസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ പറഞ്ഞു. മോർ വന്നാൽ സ്മോളസ്റ്റ്, ലെസ് വന്നാൽ ഹയസ്റ്റ് ആണ്. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത് എന്ത് തന്നെ കൊടുത്താൽ മതി? ദാൻ എന്ന് പറഞ്ഞ് ആരെയാണോ കമ്പയർ ചെയ്തേക്കുന്നത് അയാളെ കൊടുത്താൽ മതി. ദാൻ എന്ന് പറഞ്ഞ് ആരെയാണോ പറഞ്ഞിട്ടുള്ളത് അയാളെ ഡിനോമിനേറ്റർ, ആ വാല്യൂവിനെ ഡിനോമിനേറ്ററിൽ കൊടുത്താൽ മതി. ഇപ്പൊ നോക്കിക്കോ, 50 ഈസ്, നോക്കിക്കേ, 50 ഈസ് ബൈ വാട്ട് പെർസെന്റേജ് മോർ ദാൻ 40? ബൈ വാട്ട് പെർസെന്റേജ് മോർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? 50 40ന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടുതലാണ്? അപ്പൊ 50ഉം 40ഉം ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ പെർസെന്റേജ് മോർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഹയസ്റ്റ് വാല്യൂ ആണ്. അത് അതർവൈസ് എന്ത് ചെയ്യണം? പെർസെന്റേജ് മോർ ആണ്, അപ്പൊ ഇവിടെ സ്മോളസ്റ്റ് വാല്യൂ ആണ്. അല്ലെങ്കിൽ എന്ത് നോക്കണോന്ന് പറഞ്ഞു? ദാൻ എന്ന് പറഞ്ഞ് ആരെയാണോ കമ്പയർ ചെയ്തിട്ടുള്ളത് അയാളെ ഡിനോമിനേറ്റർ കൊടുക്കണം. അപ്പൊ ദാൻ 40 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ഡിനോമിനേറ്ററിൽ 40 കൊടുക്കണം, ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടി? 10/40 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 25% ആണ് ആൻസർ കിട്ടും.
അപ്പൊ ഓക്കെ അല്ലേ? പെർസെന്റേജ് മോർ ഓർ ലെസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 40 ഈസ് ബൈ വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ 50? നമ്മളിപ്പോ ചെയ്തത് തന്നെയാണ്, സിമ്പിൾ അല്ലേ? 40 ഈസ് ബൈ വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ 50? എന്ത് ചെയ്യണം? പെർസെന്റേജ് ലെസ് ആണ്. ഇവിടെ എന്ത് ചെയ്യണം? ഡിഫറൻസ് ഡിവൈഡ് ബൈ ഒന്നുകിൽ ദാൻ എന്ന് പറഞ്ഞു വരുന്ന വാല്യൂ അല്ലെങ്കിൽ ലെസ് ആയതുകൊണ്ട് ഹൈയസ്റ്റ് വാല്യൂ ഇൻറ്റു 100 കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താവും? ഡിഫറൻസ് എന്ന് പറയുന്നത് 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടി? 20% ആണ് ആൻസർ എന്നുള്ളത് കിട്ടി. ക്ലിയർ അല്ലേടാ? അപ്പൊ പെർസെന്റേജ് മോർ ആണെങ്കിലും പെർസെന്റേജ് ലെസ് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് A is 25% മോർ ദാൻ B, then B is by what percentage less than that of A? ഇവിടെ A B യേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ B എത്ര ശതമാനമാണ് A യേക്കാൾ കുറവെന്നാ ചോദിക്കുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് 25% മോർ ദാൻ B ആണ്. അപ്പൊ B യേക്കാൾ A 25% കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 25% മോർ എന്ന് പറയുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? B എന്ന് പറയുന്നതിന് കമ്പാരിസൺ ആരുടെ കൂടെയാ? ബിയുടെ കൂടെയാണ്. ബിനെ ഞാൻ 100 എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ A എനിക്ക് എന്ത് വരും? 125 വരും. 25% കൂടുതലാണ് അല്ലെ? അപ്പൊ എനിക്ക് A 125 എന്ന് വരും. Then B is by what percentage less than that of A എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇനി കമ്പയർ ചെയ്തേ. A വന്നിട്ട് 125 ആണ്, B വന്നിട്ട് 100 ആണ്. B is by what percentage less? അപ്പൊ പെർസെന്റേജ് ലെസ്. അപ്പൊ എന്താ? ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് 125 മൈനസ് 100 ഡിവൈഡഡ് ബൈ വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ ദാറ്റ് ഓഫ് A. A ആണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് വാല്യൂ 125 ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടി? 25 ബൈ 125 ഇൻറ്റു 100 ചെയ്യുമ്പോ 20% എന്ന് കിട്ടും അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മളുടെ പെർസെന്റേജിലെ പെർസെന്റേജ് ലെസ് പെർസെന്റേജ് മോർ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. A is 50% മോർ ദാൻ B എന്ന് പറയുന്നുണ്ട് എങ്കിൽ B എത്ര ശതമാനം ലെസ് ആണ് when A നെ കമ്പയർ ചെയ്യുമ്പോൾ? ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് നോക്കിക്കേ. B is 10% less than A, then A is what percentage more than B? ഇവിടെ എങ്ങനെ ചെയ്താൽ മതി? B എന്ന് പറയുന്നത് A യേക്കാൾ 10% ലെസ് ആണ് ദാൻ A. കമ്പാരിസൺ ആരുടെ കൂടെയാ? എയുടെ കൂടെ. അപ്പൊ ഞാൻ A എന്തെന്ന് എടുക്കും? 100 എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ B എനിക്ക് എന്ത് വരും? 10% കുറവ് 90 എന്ന് വരും. ഇനി A എത്ര ശതമാനം? വാട്ട് പെർസെന്റേജ് ആണ്? വാട്ട് പെർസെന്റേജ് മോർ ദാൻ B അല്ലേ? അപ്പൊ Aയും Bയും കമ്പയർ ചെയ്യുമ്പോൾ പെർസെന്റേജ് മോർ ആണെങ്കിൽ എന്ത് ചെയ്യും? 100 മൈനസ് 90 ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് മോർ ആയതുകൊണ്ട് സ്മോളസ്റ്റ് വാല്യൂ ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടി? 1/9 ഇൻറ്റു 100. ഇവിടെ ചെയ്യുമ്പോൾ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 11.11% കിട്ടും. ഈ ക്വസ്റ്റ്യൻ വരാനാണ് ഞാൻ കാത്തിരുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഒരു പെർസെന്റേജിന്റെ ടേബിൾ എഴുതിയിടാൻ. 1% എന്ന് വെച്ചാൽ നമുക്ക് എത്ര അറിയാടാ? 1% എന്ന് വെച്ചാൽ 100 ആണ് അല്ലെ? 1% എന്ന് വെച്ചാൽ നമുക്ക് 1% എന്ന് വെച്ചാൽ വാല്യൂ നമുക്ക് എന്തെന്നറിയാം? 1 എന്നറിയാം. 1% എന്ന് വെച്ചാൽ വാല്യൂ നമുക്ക് 1 എന്നറിയാം. ഇനി 2% എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? 2/100 നമുക്ക് 1/50 എന്ന് കിട്ടും അല്ലെ? ബൈ ഫ്രാക്ഷൻ വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ടേബിളിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ടു പെർസെന്റേജ് വാല്യൂ. അതായത് ഒരു ഫ്രാക്ഷൻ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ 1 എന്ന് വെച്ചാൽ 1% തന്നെ. 1/2 എന്ന് വെച്ചാൽ 1/2 നോക്കിക്കേ. 1/2 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 50%. അപ്പൊ 1/2 വന്ന് ഫ്രാക്ഷൻ വാല്യൂ വരുന്നുണ്ടെങ്കിൽ അവിടെ അത് 50% ആണ്. ഇനി 1/3 എന്ന് വരുന്നുണ്ടെങ്കിലോ ഇത് 33.33% ആണ്. ഇനി 1/4 എന്ന് വരുന്നുണ്ടെങ്കിൽ അത് 25% ആണ്. 1/5 എന്ന് വരുന്നുണ്ടെങ്കിൽ അത് 20% ആണ്. 1/6 എന്ന് വരുന്നുണ്ടെങ്കിൽ അത് എത്രയാണടാ? 16.66 or 16 2/3% ആണ്. രണ്ട് രീതിക്കും എഴുതാം. 16.66% or 16 2/3% എന്ന് എഴുതാം. 1/7 ആണെങ്കിലോ
14.28% ആണ്. 1/8 ആണെങ്കിലോ 12.5% ആണ്. ഇനി 1/9% ആണെങ്കിൽ 1/9 ആണെങ്കിൽ എന്തായിരിക്കണം പെർസെന്റേജ്? 11.11%. അവിടെ അതല്ലേ കിട്ടിയത് നമുക്ക്? 1/9 കിട്ടി ഇൻറ്റു 100 എന്ന് വെച്ചാൽ പെർസെന്റേജ്. അപ്പൊ 1/9 പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മള് 11.11% എന്ന് കൊടുത്തു. 1/10 ആണെങ്കിൽ അത് 10% ആണ്. 1/11 ആണെങ്കിൽ അത് 9.09%. അപ്പൊ ഇത്രയും വാല്യൂസ് പഠിച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് RRBക്ക് ഇത്രയും വാല്യൂസ് പഠിച്ചാൽ. ഇത്രയും വാല്യൂസിൽ ട്രിക്ക് എന്ന് പറയുന്നത് 1/2 അറിയാം. ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു പെർസെന്റേജിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 50% എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തായാലും സംശയം കാണത്തില്ല. ഇനി 1/5 എന്ന് പറഞ്ഞാൽ 100/5 ചെയ്താൽ നമുക്ക് 20 ആണ്, അതും ഡൗട്ട് കാണത്തില്ല. 100/4 ചെയ്താൽ നമുക്ക് 25 ആണ്, അതും ഡൗട്ട് കാണത്തില്ല. ഇനി കുറച്ച് വാല്യൂസ് ഒന്ന് കാണാതെ പഠിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് 1/3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, 33.33. 3 തന്നെ 3.33 എന്ന് എടുത്താൽ മതി. ഇനി 1/6നും 16 എന്ന് എഴുതണം. 1 ഇട്ട് 6 ഇട്ട് 0.66 എന്ന് എഴുതണം. 1/7ന് 7 × 2 ടൈംസ് എത്രയാ? 14. 7 × 2 ചെയ്യുമ്പോൾ 14 ആണ്. അപ്പൊ 14.28 എന്ന് എഴുതാം. 1/9ന് നമുക്ക് 11.11ഉം 1/11ന് 9.09. ഇവർ രണ്ടുപേരും മാറി മാറി, അതായത് 1/9 വരുമ്പോ 11 വരും, 1/11 വരുമ്പോ 9 വരും. ബാക്കി 1/10 10% ആണെന്ന് അറിയാം. അപ്പൊ അത്യാവശ്യം ഇത്രയും ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് ഈ വാല്യൂസ് കാണാതെ പിടിച്ചേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 1/9 എന്ന് വന്നു. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 1/9 വന്നാൽ 11.01% ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാലോ. അടുത്തൊരു പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 8,000. It increases by 10,000 during the first year and by 20% during the second year. What is the population after 2 years? അപ്പൊ ഒരു ടൗണിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10% ഇൻക്രീസ്, ഒരു ടൗണിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8,000 ആണ്. അപ്പൊ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് പറയുന്നത് population of a town എന്ന് പറയുന്നത് 8,000 ആണ്. ഇറ്റ് ഇൻക്രീസസ് ബൈ 10% ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ. അപ്പൊ ആദ്യത്തെ വർഷം അത് 10% കൂടുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയർ 10% ഇൻക്രീസ് ആകുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഇയർ അത് 20% ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലെ. വാട്ട് ഇസ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഒരു വാല്യൂവിൽ തന്നെ ആദ്യം 10% ഇൻക്രീസ്, നെക്സ്റ്റ് 20% ഇൻക്രീസ്. ഇവിടെ നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ആദ്യം സക്സസീവ് മെത്തേഡ് എന്ന് പറയും, സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുന്ന മെത്തേഡ്. അതായത് ഒരേ വാല്യൂവിൽ തന്നെ സക്സസീവ് ആയിട്ട് ഒരു ഇൻക്രീസ് നെക്സ്റ്റ് ഒരു ഇൻക്രീസ്, അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് നെക്സ്റ്റ് ഡിക്രീസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ആണെങ്കിൽ ആ വാല്യൂവിനെ പ്ലസിൽ എടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ ആ വാല്യൂവിനെ മൈനസിൽ എടുക്കുക. ഇവിടെ രണ്ടും നമുക്ക് ഇൻക്രീസ് ആണ്. അപ്പോൾ ആദ്യം 10% ഇൻക്രീസ് ആകുന്നുണ്ട്, പ്ലസ് അടുത്ത് വീണ്ടും 10% ഇൻക്രീസ് ആകുന്നുണ്ട്, പ്ലസ് 10 × 10/100. ഇതെങ്ങനെയാ മിസ് എഴുതി എന്ന് സംശയം വരും. പറയാം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സക്സസീവ് ഇൻക്രീസിന്റെ ഫോർമുലയാണിത്. ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് XY/100. ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂ ഡിഗ്രീസ് ആണെങ്കിൽ മൈനസ് വരും, ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് വരും. രണ്ടും ഡിഗ്രീസ് ആണെങ്കിൽ 2 വാല്യൂവും മൈനസ് വരും. അപ്പൊ അതനുസരിച്ച് നമ്മളുടെ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ അല്ലേ? അതനുസരിച്ച് നമ്മളുടെ വാല്യൂ ചേഞ്ച് ആവും. ഇവിടെ ഞാൻ എന്തെടുക്കാം? എക്സ് എന്ന് പറയുന്നത് പ്ലസ് 10%ഉം വൈ എന്ന് പറയുന്നത് പ്ലസ് 20%ഉമാണ്. അപ്പൊ ഇതെങ്ങനെയാവും? 10 പ്ലസ് 20 പ്ലസ് 10 × 20/100 എന്ന് മാറും. അപ്പൊ എന്ത് കിട്ടി? 30 + 2 32% ഇൻക്രീസസ് എന്ന് കിട്ടും. 32% ഇൻക്രിമെന്റ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ 32% 8,000ല് ഈ 32% ഇൻക്രിമെന്റ് എത്ര, അല്ലെങ്കിൽ 32% എത്ര എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്താലും മതി. അപ്പൊ 32 × 80 ചെയ്യുമ്പോ 2560 കിട്ടും. ഇനി ആഫ്റ്റർ 2 ഇയേഴ്സിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? 8,000 +
2560 ചെയ്യുമ്പോൾ 0, 6, 5, 10. 10,560 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി ഇത് നമ്മളുടെ നോർമൽ രീതി, നമ്മളുടെ ഫോർമുല ആയിട്ട് സക്സസീവ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാല് പോപ്പുലേഷൻ നമുക്കറിയാം 8,000 ആണ്. ഇനി ഇതില് ആദ്യം 10% ഇൻക്രീസ് ആയി. 10%, 8,000ന്റെ 10% എത്രയാടാ? തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്പറിന്റെ 10% കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്താൽ മതി. അപ്പൊ 8,000ന്റെ 10% 800 ആണ്. ഇനി 800 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8,800 അല്ലെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് വന്നപ്പം എഗെയിൻ എന്തായി? 20% ഇൻക്രീസ് ആയി അല്ലെ. ആ 20% കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% കണ്ടുപിടിക്കണം. അപ്പൊ 8,800ൽ നിന്നാണ് 20% ഇൻക്രീസ് ആയത്. അപ്പൊ 8,800ന്റെ 10% എത്രയാ? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ 880 ആണ്. അപ്പൊ അതിന് 20% ആണെങ്കിലോ ഇൻറ്റു 2 ചെയ്യണം. 0, 6, 1760 ആണ്. അപ്പോ രണ്ടാമത്തെ വർഷം ഇൻക്രീസ് ആയത് 1760 ആണ്. അപ്പൊ ഇനി ഫൈനൽ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? 800 പ്ലസ് 1760. അപ്പൊ നമുക്ക് 10560 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേടാ? ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി എന്ന് തോന്നുന്നത്. കാരണം പോപ്പുലേഷൻ നമ്മൾ 8,000 എടുക്കുക, ആദ്യത്തെ വർഷം 10% ഇൻക്രീസ്. അപ്പൊ 8,000ന്റെ 10% 800 ആണ്. അപ്പൊ 8,000 പ്ലസ് 800 8,800 ആയി. എഗെയിൻ അടുത്ത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സെക്കൻഡ് ഇയർ വരുമ്പോൾ ഈ 8,800 നിന്ന് അപ്പൊ ഒരു വർഷം കംപ്ലീറ്റ് ആയപ്പോൾ അവിടെ 8,800 പോപ്പുലേഷൻ ഉണ്ട്. ആ 8,800 നിന്ന് വീണ്ടും 20% ആൾക്കാർ കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ 8,800ന്റെ 20% കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? 8,800ന്റെ 10% എന്ന് പറയുന്നത് 880 ആണ്. അതിന്റെ 20% അതിനെന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോ 1,760 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 8,800 പ്ലസ് 1,760 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,560 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 10,560 ആണ്. ക്ലിയർ അല്ലേ? സെയിം പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എന്താ പറയുന്നത്? 1980 to 1990 വരെയുള്ള പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് 20% ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. അടുത്ത് 1990 to 2000 വന്നപ്പോ ഒരു 10 ഇയേഴ്സ്, നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് വന്നപ്പോ പോപ്പുലേഷൻ എത്ര ഇൻക്രീസ് ആവുന്ന പറയുന്നത്? 20% ഇൻക്രീസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് അഗെയിൻ അടുത്ത് 2000 to 2010 നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് വന്നപ്പോ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നതെന്ന് പറയുന്നത് അഗെയിൻ 20% ആണ്. And the overall increased population in the percentage of the country. അപ്പൊ overall increased population in percentage ലാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ വാല്യൂസ് ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സക്സസീവ് മെത്തേഡിൽ ചെയ്യാം. പക്ഷെ എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ആദ്യം ഒരു 20% ഇൻക്രീസ്, നെക്സ്റ്റ് വീണ്ടും ഒരു 20% ഇൻക്രീസ്, എഗെയിൻ വീണ്ടും ഒരു 20% ഇൻക്രീസ് അല്ലെ. അപ്പൊ 1980 മുതൽ 2010 വരെ വരുമ്പോൾ എത്ര 10 വരുന്നുണ്ട്? 3 10, അതായത് 30 വർഷം വരുന്നുണ്ട്. ആദ്യത്തെ 10 വർഷം, സെക്കൻഡ് 10 ഇയേഴ്സ്, തേർഡ് വരുന്ന 10 ഇയേഴ്സ് അല്ലെ. അപ്പൊ ഈ 3 10 വർഷം, അതായത് ഈ 30 വർഷത്തിൽ വരുന്ന പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കുമ്പോൾ സക്സസീവ് ചെയ്യുമ്പോൾ കുറെ കാൽക്കുലേറ്റീവ് ആണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? 1980 ആൻഡ് 1980 മുതൽ 1990 വരെ എന്റെ പോപ്പുലേഷൻ 100 ആണെന്ന് എടുക്കും, 100% എന്നെടുക്കും. ഇനി എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നെക്സ്റ്റ് 10 ഇയേഴ്സ് വന്നപ്പോ എനിക്ക് എത്ര ആയടാ? 20% ഇൻക്രീസ് ആയി അല്ലെ. അപ്പൊ 100% ഇരുന്നത് 1990 മുതൽ 2000 എത്തിയപ്പോ 20% ഇൻക്രീസ് ആയി എന്ന് വെച്ചാൽ എത്രയായത്? 120 ആയി അല്ലെ. 120% മാറി. ഓക്കെ, അവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യുന്നു? 2000 നിന്ന് 2010, 1980 നിന്ന് 1990 പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി ഇൻക്രീസ്ഡ് ബൈ 20%. ഫ്രം 1990 to 2000 the population is increased by 20%. From 2000 to 2010 the population of the country increased by 20%. Then the overall increased population in percentage of the country. അപ്പൊ തുടക്കത്തില് 1980 നിന്ന് 90 എത്തിയപ്പോ 10% ഇൻക്രീസ് ആയി അതല്ലേ. ഇത് 1980 എനിക്കുണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയായിരുന്നു? 100% ഇനി 1980 നിന്ന് 1980 ഉണ്ടായിരുന്നത് 100% 1980 നിന്ന് 1990 എത്തിയപ്പോ 20% ഇൻക്രീസ് ആയി, അതായത് 120 ആയി. ഇനി 120 നിന്ന് നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യുന്നു? 1990 നിന്ന് 2000 വന്നപ്പോ
വീണ്ടും ഒരു 20% ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻക്രീസ് ആവുന്നതിനെയാണ് ഞാൻ അപ്വേർഡ് ആറോ ഇട്ടേക്കുന്നത്. അപ്പൊ 20% ഇൻക്രീസ് ആണെങ്കിൽ 120ന്റെ 20% എങ്ങനെ എടുക്കണം? 120ന്റെ 10% എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും? 120ന്റെ 10% ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുക, അപ്പൊ 12 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ 20% ആണെങ്കിൽ 12 × 2 24 ആണെന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 120 + 24 124 എന്ന് കിട്ടി. അപ്പൊ 1990 മുതൽ 2000 വരെ വരുമ്പോ 124% പോപ്പുലേഷൻ. എഗെയിൻ ഇവിടെ നിന്ന് 2000-ൽ നിന്ന് 2010 വന്നപ്പോ എഗെയിൻ 20% ഇൻക്രീസ് ആയി അല്ലെ. അപ്പൊ 124ന്റെ 20%. അപ്പൊ 124 അതിന്റെ 10% എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ 12.4 ആണ് അല്ലെ. ഇനി ഇതിന്റെ 20% എന്ന് പറയുന്നത് 12.4 × 2 8 4 2 24.8 ആണ്. അപ്പൊ 24.8 ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം? 124ന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 144.8% എന്ന് വരും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഓവറോൾ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി ഫ്രം 1980 to 2000. അപ്പം 1980 മുതൽ 2010 ഓവറോൾ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. അപ്പൊ ഓവറോൾ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് ദ കൺട്രിക്ക് എന്ത് മാത്രം എടുത്താൽ മതി? 100ൽ നിന്ന് അത് 144.8 ആയിട്ട് മാറി. അപ്പൊ 100ഉം 144.8 രണ്ടിനെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? 44.8% ഇൻക്രീസ് ആയി. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? 3 വർഷത്തെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1980 100 പോപ്പുലേഷൻ എന്നെടുത്തു. അപ്പൊ അടുത്ത 10 വർഷത്തേക്ക് 1990 വരെ നോക്കുമ്പോൾ 20% ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അത് 100 + 20 120 ആയി. ഇനി 120ൽ നിന്ന് 90ൽ നിന്ന് 2000 ചെല്ലുമ്പോൾ അടുത്ത 10 വർഷത്തേക്ക് 20% ഇൻക്രീസ്. അപ്പൊ 120ന്റെ 20% എന്ന് പറയുന്നത് എനിക്ക് 24 ആണ്. അപ്പോ 120 + 24 ആഡ് ചെയ്യുമ്പോൾ 124 എന്ന് കിട്ടി. ദെൻ അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത 10 വർഷത്തേക്ക് 20% ഇൻക്രീസ് ആവുന്നു. അപ്പൊ 124ന്റെ 20% എന്ന് പറയുന്നത് 24.8 ആണ്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 144.8% എന്ന് കിട്ടി. അപ്പൊ എന്റെ ടോട്ടൽ പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 144.8 മൈനസ് 100 അതെന്ന് പറയുന്നത് 44.8%. ക്ലിയർ അല്ലേ? അപ്പൊ പോപ്പുലേഷന്റെ ഒരു പ്രോബ്ലം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതും പോപ്പുലേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. 1 lakh ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 10% ഇൻക്രീസ് ആകുന്നു ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം 20% ഡിക്രീസ് ആകുന്നു. മൂന്നാമത്തെ വർഷം 30% ഇൻക്രീസ് ആകും. അങ്ങനെ 3 വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ സക്സസീവ് ഇടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെയ്താൽ മതി. ആദ്യത്തെ വർഷം 10 കൂട്ടുക, ആ ഒരു വാല്യൂ കിട്ടും. 10 കൂട്ടുമ്പോൾ നമുക്ക് 1,10,000 എന്ന് കിട്ടും. ദെൻ അവിടെ നിന്ന് 1 lakh അല്ലല്ലോ, 10,000 ആണ്. 10,000 ആണെങ്കിൽ നമുക്കത് 11,000 എന്ന് കിട്ടും. ദെൻ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷം 20% ഡിക്രീസ് എടുക്കുക. അടുത്ത വീണ്ടും അവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൽ നിന്ന് 30% ഇൻക്രീസ് എടുക്കുക. അപ്പൊ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഒരു എലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. In a election of 2 candidates, the candidate who gets 41% is rejected by a majority of 2412 votes. Find the total number of votes polled. അപ്പൊ ഒരു എലക്ഷന്റെ കേസ് ആണ് പറയുന്നത് അല്ലെ. ഇലക്ഷന് നമ്മളുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഇലക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, ഒരുപാട് പോളിംഗ് ഉണ്ടാവും, ഓരോ ആൾക്കും ഓരോരോ പെർസെന്റേജ് ഓഫ് വോട്ട് ഉണ്ടാവും. നമുക്ക് ഇൻ പെർസെന്റേജിൽ ഒരു ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കാൻഡിഡേറ്റിനെ ചിന്തിച്ചാൽ മതി. ഒരു വിന്നിംഗ് കാൻഡിഡേറ്റും ഒരു ലൂസർ, ഒരു വിന്നറും ഒരു ലൂസറും. ഇവിടെ എന്ത് ചെയ്യണം? വിന്നറിന് എത്ര ശതമാനം വോട്ട് കിട്ടുന്നെന്ന് നോക്കുക, തോൽക്കുന്ന ആൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുന്നെന്ന് നോക്കുക. ഇത് നോക്കി കമ്പയർ ചെയ്യും. ഇവിടെ 2 കാൻഡിഡേറ്റ് ആണ്. അതില് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത്? 2 കാൻഡിഡേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാൻഡിഡേറ്റ് ഹു ഗെറ്റ്സ് 41% ഈസ് റിജക്റ്റഡ് ബൈ മെജോറിറ്റി. അവിടെ നിന്ന് എന്ത് മനസ്സിലായി? 41% ഒരാൾക്ക് വോട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കാൻഡിഡേറ്റിന്, ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് എടുത്തു, ഫസ്റ്റ് കാൻഡിഡേറ്റിന് 41% വോട്ട് കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പക്ഷെ ഈ ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്താവും എന്നാ പറയുന്നത്? തോറ്റു അല്ലേ, ലൂസറാണ്, തോറ്റു കഴിഞ്ഞു. കാരണം അയാൾ റിജക്ട് ചെയ്യപ്പെട്ടു 2412 വോട്ടിന്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇനി എലക്ഷൻ നമുക്ക് വോട്ട് പോൾ ചെയ്യപ്പെടുന്നത്
നമുക്ക് വേറെ ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ലെങ്കിൽ ഇലക്ഷന്റെ ഒരു ക്വസ്റ്റൻ എടുക്കുമ്പോൾ 2 കാൻഡിഡേറ്റ്സ് എടുക്കുക. അതുപോലെ വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് 100% എന്നെടുക്കുക. അതായത് 100% വോട്ട് പോൾ ചെയ്യപ്പെടുന്നു എന്നെടുക്കുക. അപ്പൊ 100% വോട്ട് ഒരു ഇലക്ഷന് പോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് 41% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റിന് 59% അല്ലേ കിട്ടുക. അതായത് 100 - 41 59% വോട്ടായിരിക്കും സെക്കൻഡ് കാൻഡിഡേറ്റിന് കിട്ടുന്നത്. ഇനി ഈ തോറ്റ കാൻഡിഡേറ്റ്, അതായത് ഫസ്റ്റ് കാൻഡിഡേറ്റ് 41% വോട്ട് കിട്ടിയ ആള് റിജക്ട് ചെയ്യപ്പെട്ടു. എത്ര വോട്ടിനാണ്? 2412 വോട്ടിനാണ്. അപ്പൊ 59%-നും 41%-നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്ന 2412 വോട്ട് അല്ലെ. അപ്പൊ ഇതെന്തായി? 18%. 18% എന്ന് പറയുന്നതാണ് 2412. ഇനി നമ്മളോട് ചോദിക്കുന്ന എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ്. നമ്മൾ എന്തെന്ന് എടുത്തു? പോൾ ചെയ്യപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് 100% എന്ന് എടുത്തു. അപ്പൊ 100% എത്ര? ഇനി എന്ത് ചെയ്യും? നമ്മളുടെ ക്രോസ് മെത്തേഡ് ഇട്ടാൽ മതി അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2412 into 100 divided by 18 ചെയ്യുമ്പോ ഓക്കെ 61 വരും. 9ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 61 ആണെങ്കിൽ 9 4 6 7 63 ആവും. അപ്പൊ 9 6 തന്നെ എടുക്കേണ്ടി വരും. എത്ര കിട്ടി? 54 കിട്ടി. then again 54 6 7 72 9 times. ഇനി എന്താ? 50. ഇത്ര കിട്ടിയിടാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 5 30 34 3 10 13450 എന്ന് കിട്ടിയ ആൻസർ അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾ ചെയ്യപ്പെട്ടത് 13450 എന്ന് തന്നെ എടുക്കാം. ക്ലിയർ ആണോടാ? 18 into 2412 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? 18 2 6 61 61 18 into 2 3 13400 അല്ലേ. സോറി, ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇൻഡു ക്യാൻസൽ ചെയ്യുമ്പോൾ 13400 വരുന്നത്. ഓക്കെ 134 18 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടും? 134 into 100 ചെയ്യുമ്പോൾ 13400 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 134 13,400 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. ഇനി ഇതിൽ ഇൻവാലിഡ് വോട്ട് വരുന്ന കേസസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും 100% വോട്ടാണ് ആ ഇലക്ഷന് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10% വോട്ട് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ബാക്കി എത്ര ശതമാനം മാത്രമേ എടുക്കാവൂ? 90% മാത്രമേ വിന്നിംഗ് കാൻഡിഡേറ്റിനും ലൂസിംഗ് കാൻഡിഡേറ്റിനും ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് 100% വോട്ട് പോൾ ചെയ്യപ്പെട്ടു, അവിടെ 10% വോട്ട് അസാധുവാണ്. അപ്പൊ ബാക്കി 90% വോട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ആര് വിന്നർ ആര് ലൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പെർസെന്റേജിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. എക്സാം ആൻഡ് മാർക്ക് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കിനി നോക്കാനുണ്ട്. എക്സാം ആൻഡ് മാർക്ക്, എക്സാമിനേഷനും മാർക്കും. അതായത് ഒരു എക്സാമിനേഷൻ, അതിൽ ഒരു കാൻഡിഡേറ്റിന് 40% മാർക്ക് കിട്ടിയാൽ മാത്രമേ പാസ്സാകുകയുള്ളൂ. പക്ഷെ അയാൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു? 220 മാർക്ക് കിട്ടുന്നു. ഫെയിൽസ് ബൈ 20 മാർക്ക് എന്ന് പറയുന്നു. വാട്ട് ആർ ദ മാക്സിമം മാർക്സ് ഫോർ ദ എക്സാമിനേഷൻ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? ഇൻ എൻ എക്സാമിനേഷൻ എ കാൻഡിഡേറ്റ് മസ്റ്റ് സെക്യൂർ 40% ഓഫ് ദ മാർക്ക് ടു പാസ്. അപ്പോ 100 ആണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന ഒരു എക്സാം എങ്കിൽ അവിടെ 40 മാർക്ക് എടുത്താൽ മാത്രമേ അയാൾക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇവിടെ പക്ഷെ എന്ത് പറയുന്നു? ഇയാൾക്ക് എത്ര മാർക്ക് കിട്ടി? 220 മാർക്ക് കിട്ടി. ഫെയിൽസ് ബൈ 20 മാർക്ക്. അപ്പൊ അതെന്ത് മീൻ ചെയ്യുന്നടാ? പാസ് മാർക്ക് എത്രയാണ് അവിടെ നിന്ന് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എത്രയാ? 220 മാർക്ക് കിട്ടി. 20 മാർക്കിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 240 മാർക്ക് എന്ന് പറയുന്നതാണ് പാസ് ആവേണ്ട മാർക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാ പറയുന്നത്? 40% എന്ന് പറയുന്നതാണ് പാസ് മാർക്ക് അല്ലെ. അപ്പൊ ഈ 40% എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ 240. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം മാർക്ക് ഫോർ ദ എക്സാമിനേഷൻ. മാക്സിമം മാർക്ക് നമ്മൾ എന്തെന്ന് എടുക്കും? എപ്പോഴും 100% എന്ന് എടുക്കും. അപ്പൊ 100% എത്ര? ഇങ്ങനെ കണ്ടുപിടിക്കാം.
നമുക്ക് 2 വഴിയുണ്ട് അല്ലെ. 40 into 6 ചെയ്താൽ 240 ആവും. അപ്പൊ 100 into 6 ചെയ്താൽ 600 ആണ് മാക്സിമം മാർക്ക് ഇൻ എക്സാമിനേഷൻ. ഓർ അതർവൈസ് 100 into 240 ഇത് ക്രോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 40 ചെയ്യുക. അപ്പോഴും നമുക്ക് 600 തന്നെ ആൻസർ ആണ് കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സാം ആയിട്ട് മാർക്ക് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് എക്സാം ആയിട്ട് മാർക്ക് ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം എക്സാം ആയിട്ട് മാർക്ക് ബേസ് ചെയ്ത് വരുന്നത്. A student required to get 230 marks to pass an exam. He get 184 marks and fails by 8% of the marks. 8% of the maximum mark. The maximum mark. Exam ന്റെ maximum mark 100%. നമ്മൾ maximum mark എന്തെന്ന് എടുക്കുമെന്നാ പറഞ്ഞത് എപ്പോഴും maximum 100% എന്ന് എടുക്കും. ഒരാൾക്ക് 230 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 230 മാർക്ക് കിട്ടിയാൽ മാത്രമേ എക്സാമിൽ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പൊ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാ? 230 ആണ്. പക്ഷെ ഒരു പയ്യന് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 184 മാർക്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോ 184 മാർക്ക് കിട്ടി, ഫെയിൽസ് ബൈ 8% ആണ്. അപ്പൊ നമുക്ക് പാസ് മാർക്ക് 230 ആണെങ്കിൽ അയാൾക്ക് കിട്ടിയത് 184 മാർക്ക് ആണെങ്കിൽ ഫെയിൽഡ് ബൈ എത്ര മാർക്ക് അയാള്? 46 മാർക്കിന് അയാള് ഫെയിൽ ആയത്. 46 മാർക്കിന് അയാള് ഫെയിൽ ആയി അല്ലെ. ഇനി എന്ത് പറയുന്നു? അയാൾ ഫെയിൽ ആയത് എത്ര ശതമാനത്തിനെന്നാ പറയുന്നത്? 8% അയാൾ ഫെയിൽ ആയത്. 8% മാർക്കിനാണ് ഫെയിൽ ആയത്. അപ്പൊ ഈ 46 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാടാ? 8% ഈക്വലാണ്. അപ്പൊ 8% എന്ന് പറയുന്നത് 46 ആണെങ്കിൽ 8% എന്ന് പറയുന്നത് 46 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം മാർക്ക് 100% എത്ര? ഇനി എന്ത് ചെയ്താൽ മതി? 46 into 100 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 4, 23, 25. 23 into 25 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമ്മള് വേദിക് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? 23 into 25 എന്ന് വെച്ചാൽ 2300/4 ചെയ്യണം. 575 മാർക്സ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 575 മാർക്കാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പോ എക്സാമിനേഷൻ ആയിട്ട് മാർക്സ് ബേസ് ചെയ്ത് വരുന്നതാണ് പെർസെന്റേജിലെ അവസാനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ അതും നമ്മൾ നോക്കി കഴിയും. അപ്പൊ നമ്മൾ പെർസെന്റേജിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന, 1 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ ഓരോ ഡേയ്സ് കവർ ചെയ്ത് പോകുമ്പോൾ എക്സ്ട്രാ വരുന്ന ഡേയ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ ഇതുപോലെ പെർസെന്റേജിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായാലും ടൈപ്പ് ഓവറോൾ വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഷോർട്ട് കട്ട് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ രീതിക്ക് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ ഹോംവർക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത ആൻസേഴ്സ് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആകുകയുള്ളൂ. അപ്പോ താങ്ക് യു.